ആകസ്മികമായിട്ട് ഞങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ചീര കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വേഗം ചീര വാർത്തു. ഞായറാഴ്ചയല്ലേ, ചീരക്കറി കൂടി ഇരിക്കട്ടെ. താളിക്കാൻ വേണ്ടി സവോള എടുത്ത് വിലപ്പെട്ട കറിവേപ്പില ഇത്രയുള്ളൂ. പിന്നെ കുറച്ച് തേങ്ങയുടെ ഉള്ളിൽ 2-3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളക് ഇട്ട് അടിച്ചു തരാം. ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടേ പീര പോലെ. ഇത് താളിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സവോള ഇടാം. സവോള അധികം വേണ്ട, കാരണം മധുരിക്കുള്ളതുകൊണ്ട് സവോള വളരെയധികം കുറക്കണത്. ചുവന്നുള്ളി ആണെങ്കിൽ കുഴപ്പമില്ല. കറിവേപ്പിലയും ഇടണേ അതിനോടൊപ്പം തന്നെ. ഞാനൊക്കെ ചെറുതിന് സമയത്ത് കറിവേപ്പിലേക്ക് മമ്മിയൊക്കെ ഇടുമ്പോൾ മുറിച്ചിട്ട് ഒന്ന് തിരുമും കൈ വെച്ചിട്ട് എന്നിട്ടാണ് ഇടുന്നത്. കാരണം എന്നാലേ കറിവേപ്പിലയുടെ കൊണ്ട് സ്മെല്ലും അതിൻ്റെ ഗുണം വരുന്ന പറഞ്ഞത്. സവോളായിട്ടിട്ട് സവോളയിലിട്ട് ഞാൻ നേരെ ചീര ഇടുന്നു. ചീര തണ്ടി ഇടുന്നേ അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് ഇടാം. നമുക്ക് കുറച്ചിടുക, എന്നിട്ട് പിന്നെ നോക്കിയിട്ടിടാം. നമുക്ക് അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്. പച്ചമുളക് ഇടിമുളക് പച്ചമുളകായിരുന്നു കയറ്റി. കാരണം അപ്പോൾ ചീരത്തണ്ട് ഒന്ന് ആവട്ടെ, തന്നെ നമുക്ക് ഇലയും ഇടാം. എന്നിട്ട് നമുക്ക് തേങ്ങ ഇതിലമ്മ നാട്ടിൽ ചെയ്യണ പോലെ നടുക്കൊരു ഇതുണ്ടാക്കിയിട്ട് തട്ടിപ്പൊത്തി വെക്കണം എന്ന് പറയില്ലേ, അതേപോലെ നമുക്ക് ആക്കി വെക്കാം. ചീര ഇടുന്നതിന് ഇല ഇടുന്നതിന് കുറച്ച് നമുക്കിടാം. അത് നമ്മൾ അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റത്തേക്ക് അടച്ചു വെക്കട്ടെ. അതിലേക്ക് ചീര ഒന്ന് ജസ്റ്റ് ആവി കൊണ്ടുവന്നതാണ്. അതൊക്കെ തേങ്ങ ചീര എന്തായി നോക്കാം. നമുക്ക് തേങ്ങ ഇട്ടിട്ട് ചെറിയ തീരെ നോക്കാം. വളരെ ചെറിയ തീയിലാണ് നോക്കേണ്ടത്. ഇനി നമ്മൾ തേങ്ങ ഇടണേണ്. എല്ലാം വടിച്ച് തേങ്ങ നന്നായി വടിച്ചെടുത്ത് നമുക്ക് ഈ തേങ്ങ നമുക്ക് ഈ ചീര വെച്ചൊന്ന് അടച്ചു വെക്കാം. ചീര വെച്ചിട്ട് ഒന്നിരുന്നോട്ടെ. ആ ചീരയുടെ ഫ്ലേവറൊക്കെ ആ തേങ്ങയുടെ ഇറങ്ങിയിട്ട് നമുക്ക് നോക്കാം. കാരണം അധികം നേരം വെക്കേണ്ട, കാരണം ആവി വെള്ളം വീണ് ചീര വല്ലാതായി പോകും. നമുക്കിനി ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ചിട്ടുണ്ട്, നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം.
എല്ലാവർക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൂട്ടുക. ഡ്രൈ ആയിട്ടുണ്ട്, തുള്ളി വെള്ളം ഇല്ലാതെ നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഇരിക്കട്ടെ, തേങ്ങയൊക്കെ ഒന്ന് ഇതായിട്ട് വരട്ടെ. ഒരു വെളുത്തുള്ളിയുടെ കുത്തലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോട്ടെ. വെളുത്തുള്ളി പച്ചമുളക് അടിച്ചിട്ടാണ് ഇട്ടല്ലേ? അതെ അതെ. വെള്ളം തോന്നില്ല? ഇല്ല ഇല്ല, വെള്ളം ഇല്ല. വേണ്ട വേണ്ട. ഓക്കെ, ഈ ഉറച്ച് വെക്കുക. നോക്കട്ടെ ഉപ്പുണ്ടാന്ന് നോക്കട്ടെ. എരിയുണ്ട്, ഉപ്പില്ല. ഉപ്പിടട്ടെ. കാണാൻ പറ്റണ്ടല്ലോ അല്ലേ? ഒരു തുള്ളി വെള്ളം ഇല്ല കേട്ടോ, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഒന്നിനോടൊന്ന് ചീര മുട്ടാതിരിക്കുന്നുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നിങ്ങള് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഞങ്ങളുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് നിങ്ങളെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ സപ്പോർട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്നേഹമാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ മറ്റുള്ള സ്ഥലത്ത് നമ്മുടെ കേരളം വിട്ടു പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെടലിൻ്റെയും ആരും ഇല്ലാത്ത പോലത്തെ അവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഒരു കമൻറ്റ് കണ്ട് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്.